ജുമുഅ നിസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഒരു വെള്ളിയാഴ്ച നിസ്കാരത്തിന് മുആദ് റളിയല്ലാഹു അൻഹു കാണുന്നില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി. മുആദ് റളിയല്ലാഹു അൻഹു അത്രയും ബന്ധമുള്ള സ്വഹാബിയല്ലേ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നിങ്ങൾ നിസ്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് മാറ്റി ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങിയതാ നബിയെ. പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു, കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു. അത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു, എന്നെ വിട്ടില്ല. ജുമുഅക്ക് വരാൻ എന്നെ വിട്ടില്ല, എന്നെ പിടിച്ചു വെച്ചു. ഇത് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. സൂറത്ത് ആലി ഇമ്രാനിലെ 26, 27 ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് തങ്ങളത് ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഈ ആയത്തുകൾ എല്ലാ ദിവസവും ഓതാൻ വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശം കൊടുക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ വിളിക്കുന്നത് മാലിക്കുൽ മുൽക്ക് എന്ന ഇസ്മ കൊണ്ടാണ്. ആ ഇസ്മിന് ഒരുപാട് ബഹുമാനങ്ങളുണ്ട്, ചെറിയ ഇസ്മല്ല അത്. ഇസ്മുൽ ആലമാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ട ഇസ്മാണ് മാലിക്കുൽ മുൽക്ക്. അത് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നത്. ആ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മുആദ് റളിയല്ലാഹു അൻഹു ദുആർക്കാൻ പറയുന്നു, ആയത്തുകൾ ഓതിയിട്ട് ദുആർക്ക. അല്ലാഹുമ്മ ഖ്ലി അന്ന ദൈൻ, അല്ലാഹുമ്മ അഗ്നിനി മിനൽ ഫഖർ, കടം നീ വീട്ടി തരണം, ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരണം, നല്ല ഇസ്സത്ത് തരണം എന്റെ ജീവിതത്തിൽ, ദില്ലത്തിലാക്കരുത് എന്ന ദുആകളൊക്കെ അറബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ദുആർന്ന് അത് അനുഭവിക്കേണ്ട ആളുകളാ നമ്മൾ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.